അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണ പാഠങ്ങളാണ് നാം വായിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. സൂറ ബഖറയിലെ 63-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഇപ്രകാരം പറയുന്നു: ജൂതന്മാരായാലും ക്രിസ്ത്യാനികളായാലും സാബിയങ്ങളായാലും അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവരുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ പക്കലുണ്ട് എന്നും അവർ ഭയപ്പെടേണ്ടതില്ല, അവർ വ്യസനിക്കേണ്ടതില്ല എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വചനമാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് നമ്മുടെ ഇമാം കടന്നു ചെല്ലുന്നു. എ സ്മാൾ റെമനന്റ് ഓഫ് റിലീജിയസ് കമ്മ്യൂണിറ്റി, ശേഷിച്ച മതപരമായ സമൂഹം, നമ്പറിംഗ് അബൌട്ട് 2000 സോൾസ്, 2000 പേർ അടങ്ങുന്ന ഒരു സംഘം ആളുകൾ ഇൻ ലോവർ ഇറാഖ്, ഇറാഖിൻ്റെ തെക്കൻ പ്രദേശത്ത്, നിയർ ബസ്ര എന്ന സ്ഥലത്തിന് സമീപം പാർത്തിരുന്നു. ദേ ആർ ആൾസോ കാൾഡ് സാബിയൻസ്, അവരെ സാബിയൻസ് എന്ന് വിളിച്ചിരുന്നു. അതുപോലെ നസോറിയൻസ്, നസ്രാക്കളെന്നും വിളിച്ചിരുന്നു. ഓർ മണ്ടൈൻസ് എന്നും അവരറിയപ്പെട്ടു. ഓർ ക്രിസ്ത്യൻ ഓഫ് സെൻറ്റ് ജോൺ, അല്ലെങ്കിൽ സെൻറ്റ് ജോൺ ക്രിസ്ത്യൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇവർ സാബിയങ്ങൾ അതിൻ്റെ വകഭേദങ്ങളിൽ പെടുന്നവരാണ്. ദേ ക്ലെയിം ടു ബി ജിനോസ്റ്റിക്സ്. അവർ ക്ലെയിം ചെയ്തത്, അവർ വാദിച്ചത്, അവർ ജ്ഞാനവാദികളെ ആണ്, അവർക്ക് ആത്മീയ ജ്ഞാനമുള്ളവരാണ് എന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. ഓർ നോർ ഓഫ് ദ ഗ്രേറ്റ് ലൈഫ്, ജീവിതത്തിൻ്റെ മഹത്തായ കാര്യങ്ങൾ മനസ്സിലാക്കിയവർ എന്ന് അവർ വാദിച്ചിരുന്നു. ദേ ഡ്രസ് ഇൻ വൈറ്റ്, അവർ വെള്ള വസ്ത്രധാരികളായിരുന്നു. ആൻഡ് ബിലീവ് ഇൻ ഫ്രീക്വൻറ്റ് ഇമേർഷൻസ് ഇൻ വാട്ടർ, അവർ കൂടെ ജലത്തിൽ മുങ്ങി അവർ ശുദ്ധി വരുത്തുന്നതിൽ വിശ്വസിച്ചിരുന്നു. Their book Jinsa is in a dialect of
അറാമൈക്. അറാമൈക് എന്ന് പറയുന്ന ഭാഷയിൽ എഴുതപ്പെട്ട അവരുടെ പുസ്തകത്തിന് ഗൻസ എന്ന് പറഞ്ഞു. ദേ ഹാവ് തിയറീസ് ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ്. ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും തത്വങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആസ് ഇൻ സൊറാസ്ട്രിയൻ മതക്കാരെ പോലെ. ദേ യൂസ് ദ നെയിം യാർദാൻ. അവർ ജോർദാൻ എന്ന പേര് ഉപയോഗിച്ചിരുന്നു. ഓഫ് എനി റിവർ. ഏത് നദിയെയും അവർ ജോർദാൻ നദി എന്ന് പറഞ്ഞിരുന്നു. ദേ ലീവ് ഇൻ പീസ് ആൻഡ് ഹാർമണി. അവർ സമാധാനത്തോടെയും സഹവർത്തിത്വത്തോടെയും കഴിഞ്ഞിരുന്നു. എമംഗ് ദെയർ മുസ്ലിം നൈബേഴ്സ്. മുസ്ലിം അയൽവാസികളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരോടൊപ്പം വളരെ സമാധാനത്തിലും ശാന്തിയിലുമാണ് അവർ കഴിഞ്ഞിരുന്നത്. ദേ റിസംബിൾ ദ സാബിയൂൻ എന്ന് പറഞ്ഞ ആ വിഭാഗം ആളുകളാണ് മെൻഷൻഡ് ഇൻ ദ ഹോളി ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച സാബിയൂൻ എന്ന വിഭാഗത്തിൻ്റെ വിശേഷണങ്ങളാണിത്. മെൻഷൻ ഇൻ ദ ഖുർആൻ ബട്ട് ആർ നോട്ട് പ്രോബബിളി ഐഡൻറ്റിക്കൽ വിത്ത് ദം. എന്നാൽ അവരെ വ്യക്തമായ നിലയിൽ അവർ എങ്ങനെയുള്ളവരാണ് എന്നുള്ളതിന് വേണ്ട തെളിവുകൾ ലഭ്യമായിട്ടില്ല. ദെയർ ലോങ് ഹെയർ. അവരുടെ മുടി വളരെ നീട്ടി വളർത്തുന്നവരായിരുന്നു. ആൻഡ് പെക്യൂലിയർ ഡ്രസ്. അവർക്കൊരു പ്രത്യേക സൈസ് വസ്ത്രം ധരിച്ചിരുന്നു. പ്രോബബിളി അഡോപ്റ്റഡ് ദ നെയിം ആസ് ഇറ്റ് വാസ് മെൻഷൻഡ് ഇൻ ദ ഹോളി ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച ആ പേര് സാബിയൻ എന്നുള്ളത് അവർ സ്വീകരിച്ചിരുന്നു. ഇൻ ഓർഡർ ടു ക്ലെയിം ദ പ്രിവിലേജസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്. വേദഗ്രന്ഥത്തിലെ ആളുകൾ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളാണ് എന്നുള്ള അതിൻ്റെ പേരിൽ അവർ പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ ഉള്ളവരാണ് എന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. ദ വേഴ്സ് ഈസ് ദാറ്റ് ലിപ് പ്രൊഫഷൻ ഓഫ് ട്രൂത്ത്. ഈ വചനത്തിൽ നാവ് കൊണ്ട് അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് നമ്മൾ പറയുകയാണ് ഒരു സത്യത്തെക്കുറിച്ച്. ഈസ് നത്തിങ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. നമ്മളൊക്കെ വിശ്വാസത്തെപ്പറ്റി പറയുന്നത് നമ്മുടെ നാവ് ഉപയോഗിച്ചാണ്. എന്നിട്ട് ആ വിശ്വാസം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ, യഹോവയുടെ മുമ്പിൽ നാവ് കൊണ്ട് പറയുന്ന ഈ കാര്യത്തിന് ഒരു വിലയുമില്ല. അത് നമ്മൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ. ഇന്നത്തെ ലോകത്ത് മതത്തിൻ്റെ ആളുകളൊക്കെ മതകാര്യങ്ങൾ സംസാരിക്കും എന്നല്ലാതെ മതകാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന കൽപ്പിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ അത്തരം വാചകം നടത്തുന്നതായ ആളുകൾക്ക് ഒരു സ്ഥാനമാനവും ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ദ വേഴ്സ് ഈസ് ദാറ്റ് ലിപ് പ്രൊഫഷൻ ഓഫ് എ ട്രൂത്ത് ഈസ് നത്തിങ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. നമ്മൾ അള്ളാഹു ഉണ്ട് എന്ന് നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞു എന്ന് വിചാരിച്ച് ഒരു കാര്യവും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് നേടുവാൻ സാധിക്കുകയില്ല. ആ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമനുസരിച്ച് ദൈവമുണ്ട് അല്ലെങ്കിൽ അള്ളാഹു ഉണ്ട് എന്നൊരാൾ പറയുന്നെങ്കിൽ ആ ദൈവം, ആ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചതനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ ഉടനീളം പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആ ദൈവത്തിൻ്റെ ദാസനായിത്തീരുന്നത്. വെറുതെ ദൈവമുണ്ടെന്ന് പറയുകയും ദൈവം പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ ദൈവം പറയാത്ത കാര്യങ്ങളിൽ മുഴുകിക്കഴിയുന്ന ആളുകൾ ദൈവത്തെക്കുറിച്ച് പ്രഘോഷണം നടത്തുന്നതാണ് ഇന്നത്തെ ലോകം കാണുന്നത്. ദ ജൂസ് പ്രൊഫസ്ഡ് ദ ട്രൂത്ത്സ്. ജൂതന്മാർ സത്യം അവർ നാവ് കൊണ്ട് പറഞ്ഞിരുന്നു. ബട്ട് ആസ് ഇറ്റ് ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്സ് വേ ഇൻ ടു ദെയർ ഹാർട്ട്സ്. ആ സത്യം പറഞ്ഞിരുന്ന ആ സത്യം അവരുടെ ഹൃദയങ്ങളിലില്ലായിരുന്നു. ദേ സ്റ്റംബിൾഡ് അറ്റ് എവറി സ്റ്റെപ്പ്. അവരുടെ ഓരോ ചവിട്ടടിയും അബദ്ധം പറ്റിയതായിരുന്നു, അബദ്ധത്തിലാണ്. ഇതുപോലെയാണ് ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥയും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല.
എന്നാൽ അവർ വിശുദ്ധ ഖുർആനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്. ഇത് മുൻകാലങ്ങളിലുള്ള ആളുകളും അവർക്ക് വേദഗ്രന്ഥം കിട്ടിയപ്പോൾ അപ്രകാരം ചെയ്തിരുന്നു. ദേ സ്റ്റംബിൾഡ് അറ്റ് എവറി സ്റ്റെപ്പ് ആൻഡ് ബ്രോട്ട് ഡൗൺ ഗോഡ്സ് ഡിസ്പ്ലഷർ ഓൺ ദെയർ ഹെഡ്സ്. അവർ അപ്രകാരം ചെയ്യാത്തത് മൂലം അവരുടെ തലച്ചോറിൽ അവർ വെറുതെ പറയുന്ന ഈ കാര്യങ്ങൾ മൂലം ദൈവത്തിൻ്റെ കോപം, അള്ളാഹുവിൻ്റെ കോപം അവരിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അവർ പറയുന്നതെന്തോ അത് അവരുടെ ബുദ്ധിയും യുക്തിയും അനുസരിച്ച് മനസ്സിലാക്കിയ കാര്യം അവർ പറയുന്നു എങ്കിലും കർമ്മരംഗത്ത് അവർ അത് പ്രകടിപ്പിക്കുന്നില്ല. ദ വേഴ്സ് ഫോഴ്സ്ഫുള്ളി പോയിൻറ്റ്സ്, ഈ വചനം വളരെ ശക്തിപൂർവം ചൂണ്ടിക്കാണിക്കുന്നത് that it did not matter whether one was apparently a Jew, a Christian, a Sabian. ഈ വചനം നമ്മളോട് പറയുന്നത് അവനൊരു ക്രിസ്ത്യനായാലും ഒരു ജൂതനായാലും അല്ലെങ്കിൽ ഒരു സാബിയനായാലും, ഓർ ഫോർ ദ മാറ്റർ എ മുസ്ലിം, അതുപോലെ ഒരു മുസ്ലിം ആണെങ്കിലും ഒരു വിഷയവുമില്ല. ഇഫ് ദ ഫെയ്ത്ത് വാസ് കൺഫൈൻഡ് ഓൺലി ടു ദ ലിപ്പ്, അവൻ്റെ നാവിൽ മാത്രമാണ് അവൻ്റെ വിശ്വാസം ഉറപ്പിച്ച് നിർത്തപ്പെട്ടിരിക്കുന്നെങ്കിൽ, അപ്പോൾ ക്രിസ്ത്യനായാലും ജൂതനായാലും സാബിയനായാലും മുസ്ലിമായാലും ആരാണെങ്കിലും തങ്ങളുടെ വിശ്വാസം വെറും നാവ് കൊണ്ട് പറയുന്നത് മാത്രമാണ് എങ്കിൽ അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല. ഇറ്റ് വാസ് എ ഡെഡ് തിങ്, അതൊരു മരണപ്പെട്ട സാധനമാണ്. 5 നേരം നിസ്കരിക്കണം എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല എങ്കിൽ അത് ഒരു മരണപ്പെട്ട കാര്യമാണ്, അതിന് ഒരു ജീവനും ഉണ്ടാവില്ല. അത് ഇറ്റ് വാസ് എ ഡെഡ് തിങ് വിത്തൗട്ട് ലൈഫ് ആൻഡ് എനി മോട്ടീവ് പവർ ഇൻ ഇറ്റ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്തൊക്കെയാണോ ആ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ മരണപ്പെട്ട് കിടക്കുന്ന വെറും പാഴ്വസ്തുക്കളെ പോലെ ആണ്. ഫെയ്ത്ത് ഷുഡ് നോട്ട് ബി എ മിയർ ലിപ് പ്രൊഫഷൻ. വിശ്വാസം എന്നത് നാവ് കൊണ്ട് പ്രഘോഷണം ചെയ്യുന്ന ഒരു കാര്യമല്ല, ബട്ട് സംതിങ് റൂട്ടഡ് ഡീപ്പ് ഇൻ ദ ഹാർട്ട്. ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അത് ആഴ്ന്നിറങ്ങ ഇറങ്ങേണ്ട കാര്യങ്ങളാണ്. വിത്ത് ലിവിങ് ആൻഡ് ഹെൽത്തി ബ്രാഞ്ചസ്. അങ്ങനെ വരുമ്പോൾ അതിനൊരു ജീവനുണ്ടാവും, അതിന് ആരോഗ്യപൂർണമായ ശിഖരങ്ങളുണ്ടാവും, സ്പ്രെഡിങ് ആൾ അറൗണ്ട്. അങ്ങനെ അത് ചുറ്റും പടർന്ന് പന്തലിക്കുന്നതാണ്. ഇന്ന് മുസ്ലിങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടെങ്കിലും അവർ അത് പാരായണം ചെയ്യുകയോ അത് മനസ്സിലാക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരല്ല. അവർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും അള്ളാഹുവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ദിസ് വാസ് എ പ്രിൻസിപ്പിൾ ഓഫ് വിച്ച് ഈവൻ ദ ന്യൂ ബോൺ കമ്മ്യൂണിറ്റി ഓഫ് ഇസ്ലാം നീഡഡ് ടു ബി കോൺസ്റ്റൻ്റ്ലി റിമൈൻഡഡ്. ഏറ്റവും പുതുതായി വന്ന മതമാണ് ഇസ്ലാം മതം. ആ ഇസ്ലാം മതത്തിലെ ആളുകളും ഈ കാര്യങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മുൻകാലങ്ങളിലുള്ള ആളുകൾ അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ വെറുതെ നാവുകൊണ്ട് പറഞ്ഞു നടന്നു എന്നല്ലാതെ അവർ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാഞ്ഞത് മൂലം ആ സമുദായമൊക്കെ നശിച്ചൊടുങ്ങുകയുണ്ടായി. ഇതുപോലെ ഏറ്റവും അവസാനമായി സന്മാർഗദർശനവുമായി വന്ന ഇസ്ലാമിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് സമൂഹം പ്രവർത്തിക്കാത്തിടത്തോളം കാലം അവർ തീർച്ചയായിട്ടും മുൻകാലങ്ങളിലുള്ള ജനത നശിച്ചൊടുങ്ങിയതുപോലെ അവർ നശിച്ചൊടുങ്ങപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ, ഞാൻ ജൂതനാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ അല്ലെങ്കിൽ സാബിയാണെന്നോ ഇങ്ങനെയുള്ള ആരോ ആകട്ടെ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ ജൂതനായാലും ക്രിസ്ത്യാനിയായാലും സാബിയായാലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ. ഏത് പേരിലാണ് നിങ്ങൾ അറിയപ്പെടുന്നതെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അതാത് കാലഘട്ടങ്ങളിൽ ലഭ്യമായ വേദഗ്രന്ഥം പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൽ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. ആധുനിക ലോകത്ത് എല്ലാ വിഭാഗം ആളുകളും
ഈ പറയപ്പെട്ട എല്ലാ വിഭാഗം ആളുകളെയും കാണാം. പക്ഷേ ആ വേദഗ്രന്ഥങ്ങളിൽ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ല. അങ്ങനെ ഓരോ ജനവിഭാഗവും ലോകത്ത് നശിച്ചൊടുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗൗരവപൂർവ്വം ഈ വചനത്തെ നമ്മൾ ചിന്തിക്കുകയും ഇതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്ത് നല്ല പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാൻ എല്ലാവരെയും അള്ളാഹു തുണയ്ക്കട്ടെ. ജസാക്കുമുല്ലാഹു ഹുസ്നൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.